കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തംബ്നെയിലിൽ കണ്ട ഫോട്ടോ ആണ് നമുക്ക് റെഫറൻസിന് അയച്ചിട്ടുള്ളത്. 2 ദിവസം മുന്നേ ആണ് അയച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ചെയ്യാനാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. സമയമില്ല. അപ്പൊ ഞാൻ എന്റെ കയ്യിലുള്ള ഒരു ക്ലോത്ത് വെച്ചിട്ടാണ് ഇത് ചെയ്ത് കാണിക്കുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു സാരിയാണ്. നിങ്ങൾക്കറിയാം സാരി 5.5 മീറ്റർ ഉണ്ടാവും. അതായത് പല്ലു പോർഷൻ അടക്കം 5.5 മീറ്റർ ഉണ്ടാവും. പക്ഷെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി കുറച്ചും കൂടി ക്ലോത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഒന്നും കൂടി നന്നായിരുന്നേനെ. പ്ലീറ്റ്സ് ഒക്കെ കുറച്ചും കൂടി ഹൈലൈറ്റ് ചെയ്തേനേന്ന്. അപ്പൊ നിങ്ങൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു 6 മീറ്റർ അല്ലെങ്കിൽ 7 മീറ്റർ വരെ ക്ലോത്ത് എടുക്കാം. അപ്പോൾ കുറച്ചും കൂടി പ്ലീറ്റ്സ് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഫൈനൽ ലുക്ക് ഞാൻ ലാസ്റ്റ് കാണിക്കും. അപ്പൊ നിങ്ങൾക്ക് അത് കണ്ടിട്ട് തീരുമാനിക്കാം എത്ര എടുക്കണം എന്നുള്ളത് കേട്ടോ. അപ്പൊ ഇവിടെ ഞാനൊരു സാരിയാണ് എടുത്തത്. ആ സാരീന്റെ ബോർഡേഴ്സ് കട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ പല്ലുവിൽ ചെറുതായിട്ട് ഇതേപോലെ ലൈൻസ് ഉണ്ട്. ആ പോർഷനും കട്ട് ചെയ്തിട്ട് ബാക്കി നമുക്ക് 5.25 മീറ്റർ ആണ് കിട്ടുന്നത്. 3 മീറ്റർ കോട്ടന്റെ ലൈനിങ് ആണ് എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 3.5 മീറ്റർ അല്ലെങ്കിൽ 4 മീറ്റർ കുറച്ചും കൂടി ഫ്ലയർ വേണമെന്നുണ്ടെങ്കിൽ ഒരു 3.5 മീറ്റർ അല്ലെങ്കിൽ 4 മീറ്റർ വരെ ലൈനിങ്ങും കൂട്ടിയെടുക്കാവുന്നതാണ് കേട്ടോ. നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് സ്റ്റിച്ച് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ കാണാം. കാരണം ഓരോ ഭാഗത്തും ഓരോ പോർഷനിലും നമുക്കിതിന്റെ ഓരോ പാർട്ടിന്റെ ഡീറ്റെയിൽസ് ഉണ്ട്. കാരണം അത്രയും ഡീറ്റെയിൽസ് ഈ ഒരു സ്റ്റിച്ചിങ്ങിലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കണ്ടാൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. പിന്നെ വെറുതെ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് കാണാം. അതല്ല നിങ്ങൾക്ക് ഇത് സ്റ്റിച്ച് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോട് കൂടി തന്നെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ കാണാം. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കം മുതൽക്ക് അവസാനം വരെ ഒന്ന് നന്നായിട്ട് കാണാം. എന്നിട്ട് ചെയ്യുന്ന സമയത്ത് വീഡിയോ ഓൺ ആക്കി വെച്ച് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് ഈസി ആയിരിക്കും. ഇതേപോലെ ഞാൻ ആദ്യം യോക്ക് പോർഷൻ ആണ് കട്ട് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ലൈനിങ്ങിന് വേണ്ടിയിട്ടുള്ള 2 പീസ് എടുത്തിട്ടുണ്ട്. ശ്രദ്ധിക്കുക, യോക്ക് ചെയ്യുമ്പോഴും സ്ലീവ് ചെയ്യുമ്പോഴും ലൈനിങ് വെച്ച് ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ലത്. ഇപ്പൊ നിങ്ങൾ കട്ടിയുള്ള ക്ലോത്ത് ആണ് എടുക്കണമെങ്കിലും യോക്കിനും സ്ലീവിന് നിർബന്ധമായിട്ടും ലൈനിങ് വേണം. കാരണം ഈ ബലൂൺ സ്ലീവ് നമ്മൾ എലാസ്റ്റിക് ഇല്ലാണ്ടാണ്, അതായത് സെന്ററിൽ മാത്രമേ എലാസ്റ്റിക് കൊടുക്കുന്നുള്ളൂ. താഴ്ഭാഗത്ത് എലാസ്റ്റിക് ഇല്ലാത്ത പോലെയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നിർബന്ധമായും ലൈനിങ് വേണം. യോക്കിനും ലൈനിങ് ഉണ്ടെങ്കിൽ നല്ലത്. ഇപ്പൊ നിങ്ങൾ കട്ടിയുള്ള ക്ലോത്ത് ആണ് എടുക്കണമെങ്കിലും യോക്കിനും ലൈനിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലതാണ്. ഇനിയിപ്പോ നല്ല കട്ടിയുള്ള ക്ലോത്ത് ആണ് നിങ്ങൾക്ക് ലൈനിങ് വേണ്ടാന്നാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒന്ന് റെഫറൻസ് ആയിട്ട് വരയ്ക്കുക. ഒരു പാറ്റേൺ മേക്കിംഗ് ഷീറ്റിലോ അല്ലെങ്കിൽ A4 ഷീറ്റിലോ നമ്മുടെ ചാർട്ട് പേപ്പറിൽ അങ്ങനെ ഏതെങ്കിലും, ഇനി അതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ന്യൂസ് പേപ്പറിലെങ്കിലും റെഫറൻസ് പിക്ക്, അതായത് ഒരു പാറ്റേൺ വരച്ചെടുത്തതിന് ശേഷം വെച്ചിട്ട് മെയിൻ ക്ലോത്ത് കട്ട് ചെയ്യുക കേട്ടോ. അപ്പൊ ഞാൻ ഇതേപോലെ ലൈനിങ് 4 മടക്കിയിട്ടിട്ടുണ്ട്. ഇതിന് ലെങ്ത് ആയിട്ട് എടുക്കുന്നത് 14 ഇഞ്ചാണ്. അതിന്റെ കൂടെ 1 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്ത് 15 ഇഞ്ച് ലെങ്ത്തില് 11 ഇഞ്ച് വിടത്തിൽ ഇതേപോലെ ക്ലോത്ത് 4 മടക്കിയിട്ടുണ്ട്. മാർക്ക് ചെയ്യുന്ന പോലെ തന്നെ ഫോൾഡ് ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗത്തേക്ക് ഷോൾഡർ മാർക്ക് ചെയ്യുന്നുണ്ട്. 7 ഇഞ്ചാണ് ഷോൾഡർ, 7 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇഞ്ചാണ് ആം ഹോൾ, അതിന്റെ കൂടെ 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പും കൂടി ചേർത്ത് 7.5 ഇഞ്ച് ആം ഹോളിന് വേണ്ടി മാർക്ക് ചെയ്യുന്നുണ്ട്. സ്ട്രെയിറ്റ് ആയിട്ട് ഇതേപോലെ എൽ ഷേപ്പ് വരയ്ക്കുന്നുണ്ട്. ചെസ്റ്റ് വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നുണ്ട് 9 ഇഞ്ചാണ്. അതിന്റെ കൂടെ 2 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്യുന്നുണ്ട്. വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നുണ്ട് 8 ഇഞ്ചാണ്. അതിന്റെ കൂടെയും 2 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്യുന്നുണ്ട്. ചില ലൈൻസ് ഒക്കെ ജോയിൻ ചെയ്യുന്നുണ്ട്. വിഡ്ത്ത് മാർക്ക് ചെയ്ത പോയിന്റ്, അതായത് താഴ്ഭാഗത്തുള്ള പോയിന്റിൽ മുകളിലേക്ക് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് ചരിച്ച് വരയ്ക്കുന്നുണ്ട്. ഇഞ്ച് മുതൽക്ക് 1 ഇഞ്ച് വരെ നിങ്ങൾക്ക് ഈ ഒരു സ്ലോപ്പ് മാർക്ക് ചെയ്ത് വരയ്ക്കാവുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് ഷേപ്പ് വേണ്ടതെന്ന് വെച്ചാൽ ചരിച്ച് വരയ്ക്കാം. ആദ്യം ഉള്ള ആം ഹോൾ വരയ്ക്കുന്നുണ്ട്. അവിടുന്ന് 1/2 ഇഞ്ച് ഉള്ളോട്ട് കുഴിച്ച് ഫ്രണ്ടിലുള്ള ആം ഹോളും വരയ്ക്കുന്നുണ്ട്. ഇനി നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യാം. 3 ഇഞ്ചാണ് നെക്ക് വിഡ്ത്ത് കൊടുക്കുന്നത്. 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുന്നുണ്ട്. അളവ് പ്രകാരം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ബാക്ക് പീസ്, അതായത് നമ്മൾ 2 പീസും ഒന്നിച്ച് കട്ട് ചെയ്തു. ഇനി ബാക്ക് പീസ് മാത്രമായിട്ട്, അതായത് ഫ്രണ്ടിലെ പീസ് മാറ്റി വെച്ചിട്ട് ബാക്ക് പീസ് മാത്രമായിട്ട് വെച്ചിട്ടുണ്ട്. 3 ഇഞ്ചാണ് നെക്ക് വിഡ്ത്ത് എന്ന് പറഞ്ഞു. 1 ഇഞ്ച് നെക്കിന് ഇറക്കം കൊടുത്തിട്ട് ഇതേപോലെ റൗണ്ട് ഷേപ്പിൽ നെക്ക് വരയ്ക്കുന്നുണ്ട്, ബാക്കിലേക്കുള്ള നെക്ക്. കാരണം ബാക്കിൽ നമുക്ക് കുറച്ചൊന്ന് കയറിയിരിക്കുന്ന മോഡലിൽ നെക്ക് വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത്. നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ച് ഇറക്കിയിട്ടുള്ള നെക്കാണ്, കാരണം ഫ്രണ്ടിൽ നമ്മൾ വി നെക്കാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് തലവഴി ഇറങ്ങി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതായത് കുറച്ച് വണ്ണമുള്ള ആൾക്കാരാണ്, തലവഴി അത്ര ഈസി ആയിട്ട് ഇറങ്ങാൻ പറ്റില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്കിൽ സിബ് കൊടുക്കാം. അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് നെക്ക് ഇറക്കി കൊടുക്കാം. അത് നിങ്ങളുടെ ആവശ്യാനുസരണം, നിങ്ങളുടെ ബോഡി ടൈപ്പ് നിങ്ങൾക്കാണല്ലോ അറിയാം, അതിനനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്യാം. നമ്മളിപ്പോൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്നതാണ് നമ്മുടെ ബാക്ക് പീസ്. ഇത് നമ്മൾ ലൈനിങ്ങിലാണ് കട്ട് ചെയ്തത്. നിങ്ങൾക്ക് ലൈനിങ് ഇല്ലാണ്ട് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷീറ്റിൽ, അതായത് ഏതെങ്കിലും ന്യൂസ് പേപ്പറിലോ അങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങൾ കട്ട് ചെയ്തിട്ടുണ്ടാവുക. അതേ അളവിൽ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഫ്രണ്ട് പോർഷൻ നമ്മൾ അംഗ്രഹ മോഡലിലാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വീനക്കാണ് കൊടുക്കുന്നത്. ഒരു 7 ഇഞ്ച് ഇറക്കം കൊടുത്തിട്ടുണ്ട്. 3 ഇഞ്ചാണ് നെക്ക് വിഡ്ത്ത്. 7 ഇഞ്ച് ഇറക്കത്തിൽ ഇതേപോലെ 2 പോയിന്റ് മാർക്ക് ചെയ്ത് 2 പോയിന്റും കൂടി സ്കെയിൽ ഉപയോഗിച്ചിട്ട് വി ഷേപ്പ് വരയ്ക്കുന്നുണ്ട്. ഈ വി ഷേപ്പും കട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ കുഴിച്ച് വരച്ചിട്ടുള്ള ഫ്രണ്ടിലുള്ള ആം ഹോളും നമ്മൾ ഈ ഒരു പീസിൽ കട്ട് ചെയ്യുന്നുണ്ട്.
ഇപ്പൊ നമ്മൾ കറക്റ്റ് അളവ് പ്രകാരം നെക്കും ആം ഹോളും ഒക്കെ നമ്മൾ ഫ്രണ്ടിലുള്ള അളവ് പ്രകാരം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേ അളവിൽ നമുക്ക് ഒരു പീസും കൂടി വേണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ബാലൻസ് വരുന്ന ലൈനിങ് ഇതേപോലെ നിവർത്തി വെക്കുക. അതിന്റെ മുകളിൽ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ഈ ഫ്രണ്ടിലെ പീസ് വെച്ച് കൊടുക്കുക. പിൻ കുത്തി കൊടുക്കണമെങ്കിൽ പിൻ കുത്തി കൊടുക്കുക. സെയിം അളവിൽ, അതായത് നെക്കും ആം ഹോളും ഒക്കെ സെയിം അളവിൽ നമ്മൾ ഒരു പീസും കൂടി ഫ്രണ്ടിലേക്ക് വേണ്ടി കട്ട് ചെയ്തെടുക്കും. ഇനിയാണ് നമ്മുടെ ഫ്രണ്ടിലെ പീസിൽ വ്യത്യാസം വരാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു മടക്കിയിട്ടിരിക്കുന്ന ഈ ഒരു പീസ്, ഫ്രണ്ടിലെ പീസിനെ നിവർത്തി വെക്കുകയാണ്. നിവർത്തി വെച്ചിട്ട് ഈ ഒരു വി ഷേപ്പ് അതേപോലെ തന്നെ താഴേക്ക് കണ്ടിന്യൂ ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ ഇതേപോലെ സ്കെയിൽ ഉപയോഗിച്ചിട്ട് വരയ്ക്കുകയാണ്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, ഈ ഒരു രീതിയിൽ വരച്ചിട്ടുണ്ട്. വലതു ഭാഗത്താണ് നമ്മൾ ഓവർലാപ്പ് ചെയ്യുന്ന പീസ് കൊടുക്കുന്നത്, അതായത് റൈറ്റ് സൈഡിലാണ് ഓവർലാപ്പ് ചെയ്യുന്ന പീസ് കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ഇതേപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കും. രണ്ടാമത്തെ പീസും സെയിം നിങ്ങൾക്ക് ഇതേപോലെ തന്നെ, നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു ഡ്രസ്സ് നിങ്ങൾക്ക് അതായത് റെഫറൻസ് പിക്ക് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, അതിന്റെ സെൻട്രലായിട്ട് ഒരു ബട്ടൺ കൊടുക്കുന്നുണ്ട്. പക്ഷെ ആ ബട്ടൺ എന്തായാലും ഷോ ബട്ടൺ ആണ്, കാരണം നമുക്കിത് ഫുൾ ആയിട്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റില്ല, കാരണം ആ നെക്കിന്റെ പോർഷനൊക്കെ അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഉള്ളിൽ ഹൂക്ക് കൊടുക്കേണ്ടതായിട്ട് വരും കേട്ടോ. അപ്പൊ അതുകൊണ്ട് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇതേ വി ഷേപ്പ് ഓപ്പോസിറ്റ് ആയിട്ടും മാർക്ക് ചെയ്തിട്ട് അങ്ങനെ കട്ട് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സൈഡില്, അതായത് സൈഡിൽ ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട്, അതായത് കുറച്ച് ക്ലോത്ത് നമുക്ക് താഴെ ഇരിക്കുന്ന പീസും മുകളിലേക്ക് വരുന്ന പീസും കൂടി ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും ഒരു അളവ് ഉണ്ടാവണമല്ലോ, എന്നാൽ മാത്രമേ നമുക്ക് ജോയിൻ ചെയ്യാൻ ഈസി ആയിരിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഒരു 3 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ട് നമ്മൾ അംഗ്രഹ മോഡൽ കട്ട് ചെയ്യുന്ന പോലെ അതായത് ഇപ്പൊ ഇരിക്കുന്ന വി ഷേപ്പും ഈ 3 ഇഞ്ചിലേക്ക് കണക്ട് ചെയ്യുന്ന രീതിയിൽ ഒന്ന് വരച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പൊ ഈ കട്ട് ചെയ്ത പീസ് താഴെയാണ് വരുന്നത്. നമ്മളിപ്പോ വി ഷേപ്പ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പീസാണ് മുകളിൽ വരുന്നത്. ഇപ്പൊ നമുക്ക് ഫ്രണ്ടിലേക്ക് വേണ്ടിയിട്ട് 2 പീസാണ് കിട്ടിയിരിക്കുന്നത്. നമ്മൾ പാറ്റേൺ ആയിട്ട് വരച്ചെടുത്തിരിക്കുന്ന 2 പീസാണ്. ഈ 2 പീസിന്റെ സെയിം അളവിൽ നമുക്ക് എന്ത് ചെയ്യണം, ഫ്രണ്ടിലേക്കുള്ള പീസ് വേണം. പക്ഷെ അവിടെ നമുക്ക് വ്യത്യാസമുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ലെങ്ത്തിലും വിഡ്ത്തിലും നമ്മൾ കൂടുതലാണ് എടുക്കേണ്ടത്. അപ്പൊ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പീസിന്റെ ലെങ്ത്തും വിഡ്ത്തും അതേപോലെയല്ല എടുക്കേണ്ടത്. നിങ്ങൾക്ക് ഞാൻ സ്ക്രീനിൽ കാണിച്ചു തരാം. ഞാനിവിടെ വലിയൊരു പീസ് കട്ട് ചെയ്ത് എടുത്തിരിക്കുകയാണ്. അതായത് 30 ഇഞ്ച് വിഡ്ത്തും 19 ഇഞ്ച് ലെങ്ത്തും ഉള്ള ഒരു പീസാണ് കട്ട് ചെയ്തത്. അതായത് ഞാൻ സ്റ്റാർട്ടിങ്ങിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ യോക്കിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 15 ഇഞ്ചാണ്, ഇൻക്ലൂഡിങ് സീം അലവൻസ് അടക്കുന്നത്. അപ്പൊ ഞാൻ അതിലേക്ക് പിന്നെ 4 ഇഞ്ച് ലെങ്ത്തും അതുപോലെ തന്നെ വിഡ്ത്തും കൂടുതലുള്ള ഒരു പീസാണ് ഇവിടെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെഫറൻസ് പിക്ക് കാണുമ്പോൾ മനസ്സിലാവും. അതിലിങ്ങനെ സെൻട്രലായിട്ട്, അതായത് നമ്മുടെ ഈ ഫ്രണ്ട് പോർഷനിൽ രണ്ട് പാർട്ടിലായിട്ട് ഇങ്ങനെ ഞൊറി വരുന്നുണ്ട്, അതായത് ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള പ്ലീറ്റ്സ് വരുന്നുണ്ട്. അപ്പൊ ആ പ്ലീറ്റ്സ് ഇങ്ങനെ ചരിച്ചിട്ടാണ്, നമ്മൾ ഇത് അംഗ്രഹ മോഡലിലാണ് കട്ട് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ആ പ്ലീറ്റ്സ് പോകുന്നത്. സ്ട്രെയിറ്റ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിഡ്ത്ത് മാത്രം ക്ലോത്തിന് കൂട്ടിയെടുത്താൽ മതി. ഇതിങ്ങനെ ആംഗിൾ ആയിട്ടാണ് പോകുന്നത് കൊണ്ടാണ് നമ്മൾ ലെങ്ത്തും കൂടി കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. അപ്പൊ ഇതേപോലെ കൂട്ടിയെടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ ആ പ്ലീറ്റ്സ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം. അത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. അപ്പൊ ഇതേപോലെ 2 പീസ് കട്ട് ചെയ്തെടുക്കുമ്പോൾ സെയിം അളവിൽ കട്ട് ചെയ്താൽ പോരാ, വിഡ്ത്തും അതുപോലെ ലെങ്ത്തും കൂട്ടിയെടുക്കണം. ഇനി നമുക്ക് സ്ലീവിലേക്ക് വരാം. സ്ലീവ് നിർബന്ധമായും നമുക്ക് ലൈനിങ് വേണം. അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുന്ന മെയിൻ ക്ലോത്ത് തന്നെ ഇതേപോലെ ഒരു പീസ് റെഫറൻസ് ആയിട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട് വേണം. അപ്പൊ അതിനൊക്കെ എക്സ്ട്രാ നിങ്ങൾ ക്ലോത്ത് കാൽക്കുലേറ്റ് ചെയ്യണം കേട്ടോ. മെയിൻ ക്ലോത്തിൽ മാത്രമാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടൊക്കെ എക്സ്ട്രാ ക്ലോത്ത് കൂട്ടിയെടുക്കേണ്ടതായിട്ട് വരും. അതിൽ നല്ലത് ലൈനിങ് എടുക്കുന്നതാണ്. അപ്പൊ ഞാൻ ഇതേപോലെ ലൈനിങ് എടുത്തിട്ടുണ്ട്. ലൈനിങ് 4 ആക്കി മടക്കിയിട്ടിട്ടുണ്ട്. നോർമൽ സ്ലീവ്, അതായത് നിങ്ങൾക്ക് ഒരു എൽബോ വരെയുള്ള സ്ലീവ് ആണ് വേണ്ടതെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ലെങ്ത്തുള്ള സ്ലീവ് ആണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് റെഫറൻസിന് ഒരു പകുതി വരെയുള്ള സ്ലീവ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനൊരു 12 ഇഞ്ച് ലെങ്ത്തിൽ സാധാരണ നമ്മൾ നോർമൽ വരയ്ക്കുന്ന പോലെ ഒരു സ്ലീവ് വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്. അത് ഞാൻ ഇനി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോസ് ഒക്കെ ചാനലിൽ ഉണ്ടാവും കേട്ടോ. അപ്പൊ അതേപോലെ ഒരു നോർമൽ സ്ലീവ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 ഭാഗത്തേക്കും, ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും വേണ്ടി 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ലൈനിങ് വെച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് താഴ്ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് മതി. അതായത് ലൈനിങ്ങും നമ്മുടെ മെയിൻ ക്ലോത്തും വെച്ചിട്ട് നമ്മൾ മടക്കി അടിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് സീം അലവൻസ് ആയിട്ട് താഴ്ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് മതി. അപ്പൊ ആ 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരച്ചു കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഞാൻ അത്യാവശ്യം വിഡ്ത്തിലും അതേപോലെ തന്നെ ലെങ്ത്തിലും പീസ് എടുത്തിട്ട് അതിനെ 4 ആക്കി മടക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് താഴ്ഭാഗത്തൊരു ലൈൻ കൊടുത്തിട്ട് അതിനെ ഒന്ന് ലെവൽ ചെയ്യുന്നുണ്ട്. എന്നിട്ട് താഴേന്ന് നേരെ മുകളിലേക്കായിട്ട് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെ ഒരു ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ബലൂൺ സ്ലീവ് ആണ്, അതായത് നമ്മൾ താഴ്ഭാഗത്ത് എലാസ്റ്റിക് ഒന്നും കൊടുക്കാതെ ചെയ്യുന്ന ബലൂൺ സ്ലീവ് ആണ്. ഇത് നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള മെത്തേഡ്സിൽ ചെയ്യാം. നമുക്ക് അംബർല ചെയ്യുന്ന പോലെ സർക്കിൾ ആയിട്ട് വരച്ചിട്ടൊക്കെ ചെയ്യാം.
അപ്പോൾ നിങ്ങൾ യൂട്യൂബ് ചാനൽ നോക്കിയാൽ ഒത്തിരി വീഡിയോസ് ഉണ്ടാവും. അതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ വരച്ചിട്ടുണ്ട്. അതായത് മുകളിന്ന് താഴ്ഭാഗം നമ്മൾ ലെവൽ ചെയ്തിട്ടുണ്ട്. ലെവൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെ നമ്മളൊരു ലൈൻ വരച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗത്തേക്ക് ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് എത്ര മാർക്ക് ചെയ്യാൻ പറ്റുമോ അത്ര വരെ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂടുതൽ പ്ലീറ്റ്സ് ഉണ്ടാവും എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. കുറച്ച് മാർക്ക് ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് കൂടുതൽ ഈ ഒരു ബലൂൺ സ്ലീവ് ഞാൻ ഇപ്പോൾ ഫൈനൽ ലുക്ക് കാണിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും പോരാ, കുറച്ചും കൂടി തോനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ 4 ഇഞ്ച് എന്നുള്ളത് കൂട്ടി മാർക്ക് ചെയ്താൽ മതി. വേറെ എവിടെയും കൂട്ടേണ്ട ആവശ്യമില്ല. ഈ 4 ഇഞ്ച് എന്നുള്ളത് മാത്രം കൂട്ടി മാർക്ക് ചെയ്താൽ മതി. അപ്പോൾ ഈ 4 ഇഞ്ചിൽ ഞാൻ ഇതേപോലെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ 4 ഇഞ്ചിൽ വരച്ചിട്ടുള്ള ഈ ലൈനിലേക്ക് നമ്മൾ നേരത്തെ റെഫറൻസിന് വേണ്ടി കട്ട് ചെയ്തെടുത്തിരിക്കുന്ന നമ്മുടെ സ്ലീവ് വെച്ച് കൊടുക്കുകയാണ്. വെച്ച് കൊടുക്കുന്ന സമയത്ത് താഴെ നമ്മൾ ഒരു 1/2 ഇഞ്ചിന്റെ സീം അലവൻസ് മാർക്ക് ചെയ്തിട്ട് ലൈൻ വരച്ചിട്ടുണ്ടായിരുന്നു. ആ ലൈൻ നമ്മൾ 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ള ലൈനിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. മുകൾ ഭാഗത്ത് ഞാനൊരു 3 ഇഞ്ചാണ് കൂട്ടി കൊടുക്കുന്നത്, പഫിന് വേണ്ടിയിട്ട് കൂട്ടി കൊടുക്കുന്നത്. അവിടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂട്ടി മാർക്ക് ചെയ്യണം എന്നുണ്ട്. അതായത് പഫ് ഇങ്ങനെ പൊങ്ങിയിരിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂട്ടി മാർക്ക് ചെയ്യാം. അതായത് നമ്മൾ സൈഡിൽ മാർക്ക് ചെയ്ത 4 ഇഞ്ച് നമുക്ക് എത്രത്തോളം പ്ലീറ്റ്സ് കിട്ടണം എന്നുള്ളതിനെ എത്രത്തോളം പ്ലീറ്റ്സ് വേണം എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ്. മുകളിൽ നമ്മൾ മാർക്ക് ചെയ്യുന്ന അളവ് എന്ന് പറയുന്നത് നമുക്ക് എത്രത്തോളം പൊങ്ങിയിരിക്കണം എന്നുള്ളത്. അതായത് നമ്മുടെ പതിഞ്ഞിരിക്കുന്ന പഫാണോ വേണ്ടത്, പൊങ്ങിയിരിക്കുന്ന പഫാണോ വേണ്ടത് എന്നൊക്കെ നമ്മൾ ചിലപ്പം പറയാറില്ല. അതുപോലെ എത്രത്തോളം പഫ് പൊങ്ങിയിരിക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നതാണ്. അപ്പോൾ ഞാനിവിടെ 3 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. ഈ 3 ഇഞ്ച് നേരത്തെ വരച്ചിട്ടുള്ള ആം ഹോളുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവിടുന്ന് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് 4 ഇഞ്ചിലേക്ക് ഒരു ലൈൻ വരയ്ക്കുന്നുണ്ട്. നമ്മുടെ ഈ ആം ഹോളിന്റെ പോയിന്റ് സാധാരണ നമ്മൾ എന്താ ചെയ്യുക, ചരിച്ച് താഴേക്ക് വരയ്ക്കുകയാണ് ചെയ്യുക. പക്ഷെ ഇവിടെ അങ്ങനെയല്ല ചെയ്യുന്നത്. മാക്സിമം വിഡ്ത്ത് താഴ്ഭാഗത്ത് കിട്ടുന്ന രീതിയിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് നമ്മൾ വരയ്ക്കുന്നത്. സ്ക്രീനിൽ കാണാൻ വേണ്ടി പറ്റും. കാരണം താഴെ നമുക്ക് കൂടുതൽ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വരയ്ക്കുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടൊന്നുമില്ല. എത്ര പ്ലീറ്റ്സ് വേണം എന്നുള്ളത് തീരുമാനിക്കുക. അതായത് എത്ര പ്ലീറ്റ്സിന് എത്ര ക്ലോത്ത് കൊടുക്കാൻ പറ്റും എന്നുള്ളത് തീരുമാനിച്ചിട്ട് നമ്മൾ ഇപ്പം വരച്ചിട്ടുള്ള സ്ലീവിനെ കുറച്ചും കൂടി ലാർജ് ആക്കി ഒന്ന് വരച്ചെടുക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം ഈ രീതിയിൽ വരച്ചിട്ടുണ്ട്. ഈ രീതിയിൽ ഒന്ന് കട്ട് ചെയ്യാം. സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 5.25 മീറ്റർ ആണ് എനിക്ക് പല്ലു പോർഷനൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ബാക്കി ബാലൻസ് വന്നിട്ടുള്ള ക്ലോത്ത് എന്ന് പറയുന്നത്. അതിൽ നിന്ന് നമ്മൾ ഈ യോക്കും സ്ലീവും എടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ ബാലൻസ് എനിക്ക് വരുന്നത് 2.80 ആണ്. അതായത് 3 മീറ്റർ ഇല്ല. 3 മീറ്ററിൽ 20 കുറവാണ്. അത്രയാണ് എനിക്ക് ബാക്കി ബാലൻസ് വന്നത്. അതാ ഞാൻ പറഞ്ഞത് എനിക്ക് പ്ലീറ്റ്സ് കുറച്ച് കൂടി നല്ലോണം ഇടാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ മെറ്റീരിയൽസ് എടുക്കണം എന്ന് ഞാൻ സ്റ്റാർട്ടിങ്ങിലേ പറയാനുള്ള കാരണം കേട്ടോ. അപ്പോൾ ആ ബാക്കി വന്നിട്ടുള്ള പീസിനെയും ലൈനിങ്ങിനെയും ഞാൻ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. നമ്മൾ ഇത്രയും സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത് അങ്ങനെ വെച്ചിട്ടുണ്ട്. സൈഡിൽ നിന്ന് കട്ട് ചെയ്തിട്ടുള്ള ബോർഡർ ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ആ ബോർഡർ ആണ് സെന്ററിൽ ഒരു ബെൽറ്റ് പോലെ കൊടുക്കുന്നത്. നിങ്ങൾക്ക് സെയിം കളർ ക്ലോത്ത് കൊടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ബോർഡർ ഇതേപോലെ എന്തെങ്കിലും ബോർഡർ ഉണ്ടെങ്കിൽ അത് കൊടുത്താൽ കുറച്ചും കൂടി നന്നായിരിക്കും. അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഞാൻ റെഫറൻസിന് തന്നിട്ടുള്ള പിക്ക് ഇവിടെ ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. ഇതിന്റെ 2 ഭാഗത്തേക്കായിട്ട് പ്ലീറ്റ്സ് പോകുന്നുണ്ട്. വളരെ നാരോ ആയിട്ടുള്ള പ്ലീറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതെന്നാ ഈ അംഗ്രഹ മോഡലാണെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു. അത് അതായത് ഒരു പീസിന്റെ മുകളിലേക്ക് രണ്ടാമത്തെ പീസ് ഓവർലാപ്പ് ചെയ്ത് നിൽക്കുന്ന ആ ഭാഗത്തു നിന്നാണ് പ്ലീറ്റ്സ് ഇങ്ങനെ പോകുന്നത്. ഒരു കുറച്ച് ഭാഗം മാത്രം പ്ലീറ്റ്സ് ഇട്ടിട്ട് നമ്മൾ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പൊ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അതിനോട് എനിക്ക് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാനിങ്ങനെ ഒരു കുറച്ച് അത്യാവശ്യം വലുപ്പത്തിലാണ് പ്ലീറ്റ്സ് ഇട്ടുന്നത്. നിങ്ങൾക്കത് നാരോ ചെറുതായത് തിന്നായിട്ടുള്ള വിഡ്ത്തിലാണ് വേണ്ടതെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ഇടുക. അതിപ്പോൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾ ചെയ്തെടുക്കുക കേട്ടോ. അപ്പൊ എങ്ങനെയാ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ചെയ്യാം. അപ്പൊ ശ്രദ്ധിക്കേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. താഴെ ഇരിക്കുന്ന പീസിന്റെ മുകളിൽ ഇരിക്കുന്ന പീസ് ഓവർലാപ്പ് ചെയ്ത് വന്ന് നിൽക്കുന്ന ആ ഭാഗം എവിടെയാണോ എന്ന് വെച്ചാൽ ആ പോയിന്റിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നമ്മൾ പ്ലീറ്റ്സ് ഇടേണ്ടത്. നിങ്ങൾക്ക് സ്ക്രീനിൽ റെഫറൻസ് പിക്ക് നോക്കിയാൽ മനസ്സിലാവും എങ്ങനെയാണ് പ്ലീറ്റ്സ് ഇടേണ്ടതെന്ന്. അപ്പൊ ആ ഒരു രീതിയിൽ വേണം നമ്മൾ താഴെ ഇരിക്കുന്ന പീസിൽ പ്ലീറ്റ് ഇടാൻ വേണ്ടിയിട്ട്. കുറച്ചും കൂടി ഈസി ആക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വി ഷേപ്പ് കട്ട് ചെയ്തില്ല, ആ വി ഷേപ്പിന്റെ അതേ ഡയറക്ഷനിൽ വേണം നമ്മൾ പ്ലീറ്റ്സ് ഇടാൻ വേണ്ടിയിട്ട്. പക്ഷെ ആ പ്ലീറ്റ്സ് എന്താ പറയാ എല്ലാം കൂടി വന്ന് നിൽക്കുന്നത് ഒരു പോയിന്റിലാണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാനിത് ഒന്ന് പ്ലീറ്റ്സ് ഇട്ടിട്ട് ഒന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. അതായത് നമ്മുടെ മുകളിൽ ഇരിക്കുന്ന പ്ലീറ്റ്സ് മാത്രമേ ഇങ്ങനെ വിരിഞ്ഞിരിക്കുന്നുള്ളൂ. താഴ്ഭാഗത്തിരിക്കുന്ന പ്ലീറ്റ്സ് എല്ലാം കൂടി ഒരു പോയിന്റിൽ വന്നിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ഞാൻ താഴെ അതേപോലെ തന്നെ മുകളിലും ഇതേപോലെ പ്ലീറ്റ്സ് ഇട്ടിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് നന്നായിട്ട് അയൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ കുറച്ച് വീതിയിലുള്ള പ്ലീറ്റ്സ് ആണ് ഇട്ടത്. നിങ്ങൾക്ക് കുറച്ചും കൂടി തിന്നായിട്ടുള്ളതാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ
ആ രീതിയിൽ ഇട്ടെടുക്കുക കേട്ടോ. ഈ പ്ലീറ്റ്സ് ഇട്ട് വെച്ചിട്ടുള്ള ഈ ഒരു പീസിന്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ പീസ്, ലൈനിങ്ങിന്റെ പീസ് വെച്ചു കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ നെക്കിന്റെ ഭാഗത്ത് നല്ല രീതിയിൽ പിൻ കുത്തി കൊടുക്കുക. എന്നിട്ട് താഴെ മുതൽക്ക് ആ വി ഷേപ്പ് അതേപോലെ നമ്മുടെ എങ്ങനെയാണോ നെക്കിന്റെ ഷേപ്പ് ഇരിക്കുന്നതെന്ന് വെച്ചാൽ അതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് എക്സ്ട്രാ ക്ലോത്ത് ഉണ്ടെങ്കിൽ ക്ലോത്ത് കട്ട് ചെയ്യുക. എന്നിട്ട് 1/4 ഇഞ്ചിൽ വെച്ചിട്ടുള്ള ക്ലോത്തിൽ കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുക്കുക. ഇതിനൊന്ന് നിവർത്തി എടുത്തിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ മെയിൻ ക്ലോത്തിന്റെ അടിഭാഗത്തേക്ക് വെച്ചിട്ട് ഒരു പ്രാവശ്യം കൂടി സ്റ്റിച്ച് ചെയ്യുക. ഇത് നമ്മൾ എപ്പോഴും നോർമൽ ചെയ്യുന്ന സ്റ്റിച്ചാണ്. ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കുക. എന്നിട്ട് ലൈനിങ്ങിന്റെ അളവ് പ്രകാരം ബാക്കി സൈഡിലുള്ള അളവൊക്കെ മെയിൻ ക്ലോത്ത് ലൈനിങ്ങിന്റെ അളവ് പ്രകാരം കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് നേരെ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് വരാം. അതായത് ഓവർലാപ്പ് ചെയ്യുന്ന പീസിന്റെ ഭാഗത്തേക്ക് വരാം. അത് ഈ പറഞ്ഞതുപോലെ തന്നെയാണ്. നമ്മുടെ ആ ഒരു വീനെക്കിന്റെ അതേ ഡയറക്ഷനിലാണ് പ്ലീറ്റ്സ് വരുന്നത്. പക്ഷെ കുറച്ച് വ്യത്യാസമുണ്ട്. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണുമ്പോൾ മനസ്സിലാവും. നമ്മൾ അവിടെ എന്താ പറയുക 2 ബട്ടൺ കൊടുക്കുന്നുണ്ട്. വേസ്റ്റിന്റെ ഭാഗത്തായിട്ട് 2 ഷോ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഷോ ബട്ടന്റെ അത്രയും ഭാഗം പ്ലെയിൻ ആയിട്ട് വിട്ടിട്ട് അത് കഴിഞ്ഞിട്ടാണ് ഇവർ പ്ലീറ്റ്സ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഏകദേശം ഒരു 3 ഇഞ്ചോളം, ഒരു 3 ഇഞ്ച് വിട്ടിട്ട് നമ്മൾ ഇതേപോലെ നേരത്തെ കൊടുത്ത പോലെ തന്നെ താഴ്ഭാഗത്തെ എല്ലാ പ്ലീറ്റ്സും ഒന്നിച്ച് വരുന്ന രീതിയിലും മുകളിൽ ഇങ്ങനെ വിട്ടുവെട്ടി വരുന്ന രീതിയിലും നേരത്തെ ചെയ്ത പോലെ തന്നെ പ്ലീറ്റ്സ് ഇടുക, സ്റ്റിച്ച് ചെയ്യുക, അയൺ ചെയ്തെടുക്കുക. എന്നിട്ട് അതിന്റെ മുകളിൽ ഈ പീസ് വെച്ചിട്ട് നേരത്തെ ചെയ്ത സെയിം അതേപോലെ തന്നെ ആ വീനക്ക് അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുക, കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുക്കുക, മറിച്ചടിക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ലൈനിങ്ങിലുള്ള അളവാണ് കറക്റ്റ് അളവ്. ആ അളവിലേക്ക് നമ്മുടെ ഫ്രണ്ടിലെ പീസ് എക്സ്ട്രാ ക്ലോത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യാന്ന് വെച്ചാൽ ലൈനിങ്ങിന്റെ അളവുമായിട്ട് നമ്മൾ ഫ്രണ്ടിലെ പീസ് സൈഡൊക്കെ ജോയിൻ ചെയ്യുക. എന്നിട്ട് എക്സ്ട്രാ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കുക. 2 പീസും സെയിം ഇതേപോലെ തന്നെ നിങ്ങൾ ചെയ്ത് എടുക്കുക. ഇനി ബെൽറ്റ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ആ ബോർഡർ ആണ് എടുത്തതെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ ഏത് ക്ലോത്താണ് എടുക്കണേന്ന് വെച്ചാൽ ആ ക്ലോത്ത് എടുക്കുക. നിങ്ങൾക്ക് എത്ര ഇഞ്ച് വിടുത്താണ് വേണ്ടതെന്ന് വെച്ചാൽ ആ വിടുത്തിനനുസരിച്ചിട്ട് എടുക്കുക. അപ്പൊ ഞാനിവിടെ 2 ഇഞ്ച് വിടുത്തിൽ 2 സൈഡിൽ വരുന്ന ബോർഡറും ഉള്ളോട്ടേക്ക് മടക്കിയിട്ട് ഇതേപോലെ അയൺ ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഇതേപോലെ അയൺ ചെയ്തെടുക്കുക. എന്നിട്ട് താഴെ നിന്ന് ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ബോർഡർ വെച്ച് കൊടുക്കുക. 2 പീസിലും വേറെ വേറെ തന്നെ ആയിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. ഈ ഓവർലാപ്പ് ചെയ്യുന്ന പീസിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ വി ഷേപ്പ് കട്ട് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ആ ഒരു ഷേപ്പ് അതേപോലെ തന്നെ വരുന്ന രീതിയിൽ ഉള്ളോട്ടേക്ക് മടക്കി കൊടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. ആദ്യം നമ്മൾ ഒരു എൻഡിൽ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് അടുത്ത എൻഡ് വരെ സ്റ്റിച്ച് ചെയ്യാം. ഇതേപോലെ തന്നെ താഴ്ഭാഗത്തും നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ താഴ്ഭാഗത്ത് പിന്നെ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാനേ ഉള്ളൂ. അതേപോലെ തന്നെ ആദ്യം താഴെ സ്റ്റിച്ച് ചെയ്യുക, പിന്നെ മുകളിൽ ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് 1/2 ഇഞ്ച് വിട്ടിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യാം. ഇനി എന്താ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പീസിന്റെ താഴ്ഭാഗത്ത് നമ്മളൊരു 3 ഇഞ്ച് ഇതേപോലെ വിട്ടിട്ട് ആണ് നമ്മൾ കട്ട് ചെയ്തത്. അപ്പൊ ആ താഴ്ഭാഗം കറക്റ്റ് അതിന്റെ മുകളിലായിട്ട് നമ്മൾ ഓവർലാപ്പ് ചെയ്യുന്ന പീസ് കറക്റ്റ് അതേപോലെ തന്നെ വെച്ച് കൊടുത്തിട്ട് താഴ്ഭാഗത്തൊക്കെ പിൻകുത്തി കൊടുക്കുക. അങ്ങനെ നമ്മൾ പിൻകുത്തി വരുമ്പോൾ ഓൾറെഡി നമുക്ക് എന്ത് ചെയ്യും, ആ വീനക്ക് കറക്റ്റ് ആയിട്ട് ക്രിയേറ്റ് ആയിട്ട് വരും. കാരണം നമ്മൾ കറക്റ്റ് അളവിലാണല്ലോ ചെയ്തിരിക്കുന്നത്. കറക്റ്റ് ആയിട്ട് വരും. നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ ലൈനിന്റെ മുകളിലൂടെ ആയിട്ട് നമ്മൾ ഈ ഷേപ്പിന്റെ ഭാഗം, അതായത് ഓവർലാപ്പ് ചെയ്യുന്ന ഭാഗം നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് താഴേന്ന് കുറച്ച് വിട്ടിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. ടോട്ടൽ ലെങ്ത്ന്ന് യോക്കിന്റെ ലെങ്ത് മൈനസ് ചെയ്തിട്ട് എത്രയാണോ നിങ്ങൾക്ക് സ്കേർട്ടിന് ലെങ്ത് വേണ്ടതെന്ന് വെച്ചാൽ ആ ലെങ്ത് എടുക്കുക. അതിന്റെ കൂടെ 1.5 ഇഞ്ച് സീം അലവൻസും കൂടി എടുക്കണം കേട്ടോ. അപ്പൊ ഇതേപോലെ ഞാൻ ആ സാരീന്റെ 2 ബോർഡറും കട്ട് ചെയ്ത് കളഞ്ഞതിനെ കൊണ്ട് ബാക്കി വരുന്ന ലെങ്ത് മൊത്തമായിട്ട് അങ്ങനെ എടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലേക്ക് കഴിയുന്നതും പ്ലീറ്റ്സ് കിട്ടുന്ന രീതിയിൽ, ബാക്കിൽ കുറച്ച് പ്ലീറ്റ്സ് കുറഞ്ഞാൽ, എന്നാൽ ഒത്തിരി കുറച്ചിട്ടില്ല, എന്നാലും ഒരു ലെവലിൽ ഇങ്ങനെ കിട്ടുന്ന രീതിയിൽ ഞാൻ പീസിനെ 3 ആക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ അതാ പറഞ്ഞത്, നിങ്ങൾക്ക് കൂടുതൽ ക്ലോത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്ലീറ്റ്സ് ഇട്ട് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സെയിം ഇതേപോലെ തന്നെ ലൈനിങ്ങിനെയും നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക. ലൈനിങ് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് എ ലൈൻ മോഡലിലാണ് ഞാൻ ലൈനിങ് കട്ട് ചെയ്തത്. അതായത് വേസ്റ്റിന്റെ അളവ് കറക്റ്റ് ആക്കി എടുത്തിട്ട് താഴേക്ക് നല്ല ഫ്ലെയർ കിട്ടുന്ന രീതിയിലാണ് ലൈനിങ്ങിനെ കട്ട് ചെയ്തെടുത്തത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈനിങ്ങിനും പ്ലീറ്റ്സ് കൊടുക്കാം. ലൈനിങ്ങിന് ഫ്ലെയർ ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ. ഇനി ഫ്രണ്ടിലേക്കുള്ള നല്ല ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അതിന്റെ നല്ല വശത്തിന്റെ മുകളിൽ ലൈനിങ് വെച്ചിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു എൻഡിൽ നിന്ന് താഴെ വരെ ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അതിന് നിവർത്തി ഒരു സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഉൾഭാഗത്തേക്ക് മടക്കിയിട്ട് ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ലൈനിങ് ഇല്ലാത്ത പീസാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ, അതായത് ലൈനിങ് ഇല്ല നല്ല കട്ടിയുള്ള ക്ലോത്ത് ആണ് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മടക്കി തയ്ക്കില്ലേ, നമ്മള് താഴ്ഭാഗം മടക്കി തയ്ക്കില്ല, അതേപോലെ ഈ സൈഡ് ഒന്ന് മടക്കി തയ്ക്കുക. ഇതേപോലെ ഫ്രണ്ടിലേക്കുള്ള 2 പീസും ഇതേപോലെ തന്നെ 2 സൈഡും മടക്കി തയ്ച്ചിട്ടുണ്ടാവണം. കാരണം നമ്മൾ ഓവർലാപ്പ് ചെയ്ത് അടിഭാഗത്തേക്ക് പോകുന്നുണ്ട്, കുറച്ച് പോർഷൻ നമ്മൾ ഓപ്പൺ ചെയ്ത് വിടുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തെടുക്കാൻ വേണ്ടി പറയുന്നത് കേട്ടോ. അപ്പൊ ഞാൻ സ്ക്രീനിൽ കാണുന്ന പോലെ 2 പോർഷനും ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഓവർലാപ്പ് ചെയ്യുന്ന പീസ് നമ്മൾ
പ്ലീറ്റ്സ് ഇട്ടെടുത്തിട്ടുണ്ട്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ നമ്മൾ ആ ഓവർലാപ്പ് ചെയ്യുന്ന എത്ര ആ ഭാഗത്തിന്റെ അളവ് എത്രയാന്ന് വെച്ചാൽ ആ അളവ് കണക്കാക്കിയിട്ട് നമ്മൾ ഇതേപോലെ പ്ലീറ്റ്സ് ഇട്ടെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ മുകളിലേക്ക് നമ്മൾ ഈ ജോയിൻ ചെയ്ത് വെച്ചിട്ടുള്ള ലൈനിങ്ങും കൂടി വെച്ചിട്ട് ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ ഒരു 1/2 ഇഞ്ച് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ മുകളിലായിട്ട് ഈ ഒരു പീസ് വെച്ചിട്ട് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് ഇതേപോലെ ഈ പീസ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. താഴേക്ക് വരുന്ന ഭാഗം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളൊരു താഴേക്ക് ഒരു 3 ഇഞ്ചോളം നീക്കിയിട്ട് നമ്മൾ ഈ താഴെ വരുന്ന പീസിന്റെ സ്കേർട്ട് പോർഷൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ആ 3 ഇഞ്ച് പ്ലേറ്റ്സ് വേണ്ട, കാരണം അത് ഉള്ളിലേക്ക് പോകുന്ന ഭാഗമാണല്ലോ. കഴിഞ്ഞിട്ട് ബാക്കിയുള്ള അളവ് എത്രയാന്ന് എടുത്തിട്ട് ആ അളവിന് കണക്കാക്കി പ്ലേറ്റ്സ് ഇടുക. അതേപോലെ ലൈനിങ്ങും അതുപോലെ തന്നെ എടുത്തിട്ടുണ്ട്. എന്താ പറയാ 1/2 ഇഞ്ച് ഓൾറെഡി വിട്ടിട്ടുണ്ട്. അതായത് ആ അറ്റത്തുനിന്ന് ഇഞ്ച് വിട്ടിട്ടുള്ള ആ ഭാഗം മുതൽക്ക് സ്റ്റിച്ച് ചെയ്ത് വരിക. എത്രയാണോ നിങ്ങൾ ഉള്ളോട്ടേക്ക് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ആ അളവ് വരെ സ്റ്റിച്ച് ചെയ്യുക. അപ്പൊ ഞാനൊരു 3 ഇഞ്ച് വരെയാണ് കൊടുക്കുന്നത്. ആ 3 ഇഞ്ച് വരെ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ആ വി ഷേപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് കുറച്ച് ഭാഗം നമുക്ക് ഈ സ്റ്റിച്ച് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് കുറച്ച് ഭാഗം സ്റ്റിച്ച് ചെയ്യാണ്ട് വിട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ബാക്കി താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് വരുന്നുണ്ട്. താഴേന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ 3 ഇഞ്ച് ഉള്ളോട്ടേക്ക് നീക്കി വെച്ചിട്ടുള്ള പീസിന്റെ മുകളിലേക്കായിട്ട് നമ്മൾ വെച്ചിരിക്കുന്ന പീസ് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരികയാണ്. ഇങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് എത്ര ലെങ്ത് വരെ വേണം, ആ സ്റ്റിച്ച് വേണം എന്നുള്ളത് തീരുമാനിച്ചിട്ട് അവിടെ വരെ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ബാക്കി നിങ്ങൾ ഓപ്പൺ ചെയ്തിടുക. ഇപ്പൊ ഓപ്പണിങ് കുറച്ച് കുറഞ്ഞു പോയി, കാരണം അത്ര എടുത്ത് കാണിക്കുന്നില്ല. അത്യാവശ്യം കുറച്ച് നന്നായിട്ട് ഓപ്പൺ ചെയ്യുക. അപ്പോഴാണ് താഴെ ഇരിക്കുന്ന പീസും ഇങ്ങനെ എടുത്ത് കാണിക്കുന്നത് കേട്ടോ. നമ്മൾ അവിടെ ഒരു ഓപ്പണിങ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഒന്ന് ഹൈലൈറ്റ് ചെയ്യണമല്ലോ. അപ്പൊ ഞാൻ കൊടുത്തപ്പോൾ ഇത് വല്ലാണ്ട് കുറഞ്ഞു പോയി. അപ്പൊ നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് കുറച്ച് കൊടുക്കുക, എന്നാൽ മാത്രമേ ആ ഒരു ഓപ്പണിങ് അവിടെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുള്ളൂ. ഇനി നമുക്ക് ബാക്കിലെ പീസ് എടുക്കാം. ബാക്കിലെ പീസിന്റെ നല്ല വശത്തിന്റെ മുകളിൽ ലൈനിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. എങ്ങനെയാണോ നെക്കിൽ ഷേപ്പ് ഇരിക്കുന്നതെന്ന് വെച്ചാൽ അതേ ഷേപ്പിൽ നെക്ക് ഒന്ന് ചെയ്യുന്നുണ്ട്. എക്സ്ട്രാ ക്ലോത്ത് കട്ട് ചെയ്യുന്നുണ്ട്. 1/4 ഇഞ്ചിൽ കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുത്തിട്ട് ഇതിനെ മറിച്ചെടുക്കുന്നുണ്ട്. മറിച്ചെടുത്തിട്ട് പതിച്ചടിക്കുന്നതിനോടൊപ്പം തന്നെ ലൈനിങ്ങിന്റെ അളവ് പ്രകാരം ബാക്കിലെ പീസ് എക്സ്ട്രാ ക്ലോത്ത് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്യുക. എന്നിട്ട് ഷോൾഡറും കൂടി ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. ഇതേപോലെ ഷോൾഡർ ഒക്കെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഷോൾഡറിലുള്ള സ്റ്റിച്ച് ഉള്ളിൽ ഹൈഡ് ചെയ്ത് പോകുന്ന രീതിയിലാണ് ജോയിൻ ചെയ്തെടുത്തത്. അതെങ്ങനെയാന്നൊക്കെയുള്ള വീഡിയോസ് നമ്മൾ നേരത്തെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബാക്ക് പീസിന് ഈ ഒരു വിഡ്ത്തിനനുസരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ക്ലോത്ത് പ്ലീറ്റ്സ് ഇട്ട് എടുത്തിട്ടുണ്ട്. അതിന്റെ മുകളിലായിട്ട് ലൈനിങ് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ബാക്ക് പീസിന്റെ സെന്റർ അതേപോലെ തന്നെ നമ്മൾ എടുത്തിട്ടുള്ള പ്ലീറ്റ്സ് ഇട്ട് വെച്ചിട്ടുള്ള പീസിന്റെ സെന്റർ ടു സെന്റർ വെച്ച് കൊടുക്കുന്നുണ്ട്. നല്ല വശത്തിന്റെ മുകളിൽ നല്ല വശം വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. പിൻ കുത്തി കൊടുക്കുക. എന്നിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് മറിച്ചെടുക്കുക കേട്ടോ. അറിയാലോ, അതേപോലെ ഒന്ന് ചെയ്തെടുക്കുക. ഇനി നമുക്ക് സ്ലീവിലേക്ക് വരാം. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള മെയിൻ സ്ലീവ് എടുക്കുക. അതായത് മെയിൻ ക്ലോത്ത് എടുക്കുക. ആ മെയിൻ ക്ലോത്ത് എടുത്തിട്ട് താഴ്ഭാഗത്ത് ഞാൻ ഇതേപോലെ ലോങ് സ്റ്റിച്ച് കൊടുത്തിട്ട് അത് നമ്മളെ ലൈനിങ്ങിന്റെ അളവിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കുകയാണ്. നിങ്ങൾക്ക് കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. അപ്പൊ ഞാൻ ഇതേപോലെ ലൈനിങ്ങിന്റെ താഴ്ഭാഗത്തുള്ള അളവിലേക്ക് ഈ ഒരു മെയിൻ ക്ലോത്തിനെ കൺവേർട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മെയിൻ ക്ലോത്തിന്റെ നല്ല ഭാഗത്ത് ലൈനിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. താഴ്ഭാഗം സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. ലൈനിങ് മറിച്ചെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, എപ്പോഴും ഉള്ളോട്ടേക്ക് വെച്ചിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കും. പക്ഷെ ഇവിടെ അങ്ങനെ ചെയ്യരുത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈനിങ്ങിന്റെ ലെങ്ത് കുറവാണ്, ഫ്രണ്ടിലെ പീസിന്റെ ലെങ്ത് കൂടുതലാണ്. അപ്പൊ നമ്മൾ ഈ ലൈനിങ് അതായത് ഫ്രണ്ടിലെ പീസിന്റെ മുകൾ ഭാഗത്തേക്ക് കറക്റ്റ് ആക്കി വെക്കുന്ന സമയത്ത് ഈ ഫ്രണ്ടിലെ പീസ് ഇങ്ങനെ ഇറങ്ങിയിരിക്കണം. അപ്പോഴാണ് നമുക്ക് ആ ബലൂൺ സ്ലീവ് വരുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ഉള്ളോട്ട് പതിച്ച് സ്റ്റിച്ച് ചെയ്യരുതെന്ന് പറയാനുള്ള കാരണം. അങ്ങനെ ചെയ്യരുത്. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈനിങ് അടിഭാഗത്തേക്ക് എടുത്തിട്ടുണ്ട്. എന്നിട്ട് മെയിൻ ക്ലോത്തിന്റെ മുകൾ ഭാഗവും ലൈനിങ്ങിന്റെ മുകൾ ഭാഗവും നമ്മൾ ഇതേപോലെ വെച്ചിട്ട് അവിടെ ഒരു പിൻ കുത്തി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എത്രയാണ് നമുക്ക് കിട്ടുന്ന അളവ് എന്നുള്ളതൊന്ന് മെഷർ ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് സെന്ററിലൂടെ എലാസ്റ്റിക് കൊടുക്കണം. അപ്പൊ കറക്റ്റ് സെന്ററിൽ എലാസ്റ്റിക് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് എത്രയാന്നുള്ളതൊന്ന് മെഷർ ചെയ്യുക. അപ്പൊ എനിക്ക് 13.5 ഇഞ്ചാണ് കിട്ടുന്നത്. 13.5 ഇഞ്ചില് 1/2 ഇഞ്ച് നമുക്ക് ഷോൾഡറും ലൈനിങ്ങും കൂടി ജോയിൻ ചെയ്യാനുള്ളത് കൊണ്ട് നമ്മൾ അത് ഒഴിവാക്കി വിട്ടിട്ട് ബാക്കി 13നെ പകുതിയാക്കുമ്പോൾ 6.5 ഇഞ്ചാണ് കിട്ടുക. ഈ 6.5 ഇഞ്ച് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അവിടെയാണ് എലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഒരു 1/2 ഇഞ്ചിന്റെ എലാസ്റ്റിക് എടുത്താൽ മതി. നിങ്ങൾക്ക് ഏത് കളറാണോ നിങ്ങളുടെ കളറുമായിട്ട് മാച്ച് ചെയ്യുന്നത് വെച്ചാൽ വൈറ്റ് കളറിലും ബ്ലാക്ക് കളറിലും ഒക്കെ എലാസ്റ്റിക് അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങളുടെ ക്ലോത്തുമായിട്ട് ഏത് എലാസ്റ്റിക് ആണ് മാച്ച് ആവണെന്ന് വെച്ചാൽ ആ എലാസ്റ്റിക് മേടിക്കുക. എന്നിട്ട് നിങ്ങളുടെ കൈയിന്റെ നിങ്ങൾ എവിടെയാണ് എലാസ്റ്റിക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അവിടെയുള്ള നിങ്ങളുടെ കൈയിന്റെ വണ്ണം എത്രയാന്ന് വെച്ചാൽ അത് എടുക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കുറച്ച് ലൂസിലാണ് എടുത്തത്. എനിക്ക് ഓവർ ടൈറ്റ് ആയിട്ട് ഇരിക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് ലൂസിൽ എടുത്തപ്പോൾ എനിക്ക് 11 ഇഞ്ചാണ് വരുന്നത്. അപ്പൊ ഈ 11 ഇഞ്ചിന് നിങ്ങൾക്ക് നല്ല ടൈറ്റ് ആയിട്ടാണ് എലാസ്റ്റിക് വേണ്ടതെന്നുണ്ടെന്നുണ്ടെങ്കിൽ, കാരണം എന്തായാലും എലാസ്റ്റിക് ഒന്ന് വലിയും.
നിങ്ങൾക്ക് ടൈറ്റ് ആയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ 11 ഇഞ്ചിൽ നിന്ന് 1 ഇഞ്ച് കുറച്ചിട്ട് 10 ഇഞ്ചിൽ എലാസ്റ്റിക് കട്ട് ചെയ്തെടുക്കാം. ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് ലൂസാണ് വേണ്ടത്. അപ്പം അതിനോട് ഞാൻ ഈ 11 ഇഞ്ചിൽ തന്നെയാണ് എലാസ്റ്റിക് കട്ട് ചെയ്തെടുത്തത്. നിങ്ങൾക്ക് ടൈറ്റിലാണ് വേണ്ടെങ്കിൽ 1 ഇഞ്ച് കുറച്ചെടുത്തോളൂ കേട്ടോ. നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡിൽ നമുക്ക് സീം അലവൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു 1.5 ഇഞ്ച് കഴിഞ്ഞിട്ട് ഞാൻ ഈ എലാസ്റ്റിക് കറക്റ്റ് 6.5 ഇഞ്ചിലേക്ക് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അറിയാലോ എപ്പോഴും എലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതേപോലെ വലിച്ച് സ്റ്റിച്ച് ചെയ്യുക. ഓപ്പോസിറ്റും ഇതേപോലെ ഒരു 1.5 ഇഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് നിർത്തുക. തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും ലോക്ക് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് നിർത്തുക കേട്ടോ. ഇനി ലൈനിങ് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ താഴ്ഭാഗത്തേക്ക് വെച്ചിട്ട് അതിന്റെ സെന്റർ ടു സെന്റർ ലൈനിങ്ങിന്റെ സെന്ററും നമ്മുടെ മെയിൻ ക്ലോത്തിന്റെ സെന്ററും ഇതേപോലെ ഒന്നിച്ച് വെച്ചിട്ട് പിൻ കുത്തി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ ആം ഹോളിന്റെ ഭാഗത്ത് നിന്ന് ഒരു 5 ഇഞ്ച്, ഞാനിപ്പോൾ 4 ഇഞ്ചാണ് വിട്ടിട്ടുള്ളത്, നിങ്ങൾക്ക് ഒരു 5 ഇഞ്ച് വിടാം. കാരണം വെച്ചാൽ ഒരു 2 ഇഞ്ച് സീം അലവൻസ് ആയിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ബാക്കി 3 ഇഞ്ച് നമ്മുടെ ഈ കൈ ഇങ്ങനെ മടക്കുന്ന ഭാഗത്തേക്ക് വരുന്ന ഭാഗമാണ്. അപ്പൊ അത്രയും ഭാഗം നമുക്ക് പ്ലീറ്റ്സ് ഇടേണ്ട ആവശ്യമില്ല. കാരണം അത്രയും പ്ലീറ്റ്സ് നമുക്ക് സെന്ററിലേക്ക് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ ഞാനൊരു 4 ഇഞ്ചാണ് വിട്ടത്. നിങ്ങൾക്ക് ഒരു 5 ഇഞ്ച് വരെ വിടാം. വിട്ടിട്ട് അത്രയും ഭാഗം സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാം. സെയിം ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും ഒരു 5 ഇഞ്ച് സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് ഈ സെന്ററിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ലോങ് സ്റ്റിച്ച് കൊടുത്തിട്ട് ഞാൻ ഇതേപോലെ ഗാദേഴ്സ് ആക്കി കൺവേർട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ലൈനിങ്ങിന്റെ അളവിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യുക. എന്നിട്ട് ലൈനിങ്ങിന്റെ മുകളിലായിട്ട് ഈ ഇട്ടിട്ടുള്ള പ്ലീറ്റ്സ് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ച് കാണുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. ശ്രദ്ധിച്ച് കാണുക, ആദ്യം മുതൽക്ക് അവസാനം വരെ ഒന്ന് ശ്രദ്ധിച്ച് കാണുക. എന്നിട്ട് നിങ്ങൾ ഇത് ഓൺ ആക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈനിങ്ങിന്റെ അളവ് കുറച്ച് ചെറുതും നമ്മുടെ ഫ്രണ്ടിലിരിക്കുന്ന പീസിന്റെ അളവ് കുറച്ച് വലുതുമാണ്, സൈഡിലുള്ള അളവ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അതിങ്ങനെ കറക്റ്റ് ആക്കിയിട്ട് സ്ക്രീനിൽ കാണുന്ന പോലെ, അതായത് താഴ്ഭാഗത്തേക്ക് ലൈനിങ് കുറച്ച് കയറിയിരിക്കുന്ന രീതിയിൽ വേണം. ആം ഹോളിന്റെ ഭാഗം കറക്റ്റ് ആയിരിക്കണം. താഴെ കുറച്ച് ലൈനിങ് കയറിയിട്ട് നമ്മുടെ മെയിൻ ക്ലോത്ത് ലൈനിങ്ങിന്റെ ഭാഗത്തേക്ക് വരുന്ന രീതിയിലാണ് വേണ്ടത്. അപ്പോഴാണ് നമുക്ക് ആ ബലൂൺ സ്ലീവ് വരിക കേട്ടോ. അപ്പൊ ആ ഒരു രീതിയിൽ വെച്ചിട്ട് സൈഡും ഇതേപോലെ ഒന്ന് റാൻഡം ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള നമ്മുടെ യോക്ക് പീസിലേക്ക് സ്ലീവ് ഒന്ന് ജോയിൻ ചെയ്യുക. ആദ്യം ലൈനിങ്ങിന്റെ സെന്റർ ഓൾറെഡി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സെന്റർ വേണം നമ്മുടെ ഷോൾഡർ ലൈനിൽ വെക്കാൻ വേണ്ടിയിട്ട്. നല്ല വശത്തിന്റെ മുകളിൽ നല്ല വശം വേണം വെക്കാൻ വേണ്ടിയിട്ട്. സ്ലീവ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ച് കെയർഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്യുക. കാരണം സെന്ററിലൊക്കെ ഒത്തിരി പ്ലീറ്റ്സ് വരും. അപ്പോൾ ആ പ്ലീറ്റ്സ് സ്റ്റിച്ചിൽ കയറി പോവാതെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക. ആദ്യം സെന്ററിൽ നിന്ന് ഒരു സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്യുക, സെന്ററിൽ നിന്ന് അടുത്ത സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്യുക, ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക. സെയിം ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് ഭാഗത്തും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സൈഡിലുള്ള അളവ് പ്രകാരം നമുക്കൊന്ന് സൈഡ് സ്റ്റിച്ച് ചെയ്യാണ് വേണ്ടത്. നമ്മുടെ അളവ് പ്രകാരം സൈഡ് സ്റ്റിച്ച് ചെയ്യുക, താഴ്ഭാഗം മടക്കി തയ്ക്കുക. അത്രയേ ഉള്ളൂ. അതേപോലെ അളവ് പ്രകാരം സൈഡ് സ്റ്റിച്ച് ചെയ്യുക, ലൈനിങ്ങിന്റെ താഴ്ഭാഗം മടക്കി തയ്ക്കുക, മെയിൻ ക്ലോത്തിന്റെ താഴ്ഭാഗം മടക്കി തയ്ക്കുക. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഒന്ന് ശ്രദ്ധിച്ചു കാണുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും വളരെ എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഞാനിത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിന്റെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ എനിക്കിതിൽ ഈ സെന്ററിൽ കൊടുത്തിട്ടുള്ള പ്ലീറ്റ്സിൽ ഞാൻ അത്രത്തോളം സാറ്റിസ്ഫൈഡ് അല്ല. കാരണം ആ ഒരു തംബ്നെയിൽ തന്നിട്ടുള്ള ഫോട്ടോന്റെ അതേപോലെ ആയിട്ടില്ല എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് തിന്നായിട്ടുള്ള പ്ലീറ്റ്സ് കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ആ ഒരു ഫോട്ടോയിൽ കാണുന്നത് പോലെ ആയി കിട്ടും. നമ്മൾ ഈ മാനിക്യൂണിലൊക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ പിൻ കുത്തി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ആ ഒരു പെർഫെക്ഷൻ ഫീൽ ചെയ്യും. ബാക്കി എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ മാക്സിമം ഞാൻ അത് പെർഫെക്റ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ കുറച്ചും കൂടി ക്ലോത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീറ്റ്സ് ഒക്കെ കുറച്ചും കൂടി ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും. അപ്പൊ നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ചും കൂടി ക്ലോത്ത് എടുക്കുക. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിലേക്ക് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തായിട്ട് നോട്ടിഫിക്കേഷൻ ബെൽ ഉണ്ടാവും, അതും കൂടി ക്ലിക്ക് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.